റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ സഭയിൽ വെച്ചല്ലാതെ പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം എന്നത് ഒരു ആദർശമാണ്. ആദർശത്തിൽ ആകൃഷ്ടരാവാൻ ആ ആദർശവുമായി വന്ന ആളുടെ ശാരീരിക പ്രത്യേകതകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടല്ല നാം അവരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കേണ്ടത്. അതിലൂടെ ആരും ആകർഷിക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ മാത്രം ജനങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് ആരും ഇസ്ലാമിലേക്ക് ആകർഷിക്കില്ലെന്ന് മാത്രമല്ല, പിന്നെയും അകന്നു പോകാനാണ് സാധ്യത. ഈ വിശുദ്ധ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമാഇലുകൾ പറയുക എന്ന നിലക്ക് പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഒരു വിനീതമായ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. 2 ദിവസം മുമ്പ് ഒരു മൗലവി ഒരു തലകെട്ട് കെട്ടിട്ട് പേരോടിന്റെ ആസനം തലോടിയായ വേറൊരു നരച്ച മൗലവി രംഗത്ത് വന്നിക്കണ്. എന്നിട്ട് ആ ഹമുക്ക് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ശാരീരിക സവിശേഷതകളൊന്നും നമ്മൾ ജനങ്ങളോട് പറയാൻ പാടില്ല പൊതു സ്റ്റേജിൽ. പിന്നെ ആരോടാണോ പറയാ? അള്ളാഹുവിന്റെ ഖുർആൻ ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പറ്റൂലേ? ഹബീബരായ തങ്ങളുടെ ഹദീസ് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പരിഭാഷയുടെ കാലാണോ? ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മൊബൈൽ ഉണ്ടായാ പറ്റും. ഈ ഹദീസൊക്കെ എന്താ ചെയ്യാ? ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസില്ലേ, മുത്ത് റസൂലിന്റെ ശാരീരിക വിശുദ്ധി ഹബീബരായ തങ്ങൾക്ക് നിഴലില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരിന് ഔഷധ വീര്യമുണ്ട്. ഖത്താദ തങ്ങളുടെ പറഞ്ഞു പോന്ന കണ്ണിന്റെ സ്ഥാനത്ത് ഉമിനീര് പുരട്ടി കൊടുത്ത് രക്ഷപ്പെടുത്തി. അലിയാര് തങ്ങളുടെ രോഗം ശിഫയാക്കി. മുത്ത് റസൂലിന്റെ വിയർപ്പ് ഉമ്മു സുലൈം ബീവി കുപ്പിയിലാക്കി വെച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മൊയ്ലിയാരെ. അത് പറയാൻ പാടില്ലാന്ന്. ഇവനൊക്കെ തനിച്ച വഹാബിയല്ലേ? ഇവന്റെ നേതാക്കന്മാരെ ശാരീരിക വിശുദ്ധിയൊക്കെ അവർക്ക് പറയാം. ഇവന്റെ നേതാക്കന്മാരെ വലിയ പോലീസ പറയാ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഹൃത്തായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കുളിരായ ചങ്കിലച്ചോരയായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആ മുത്ത് റസൂലിന്റെ ശാരീരിക വിശുദ്ധി, അവിടുത്തെ ഷൈർ മുബാറക്കിന്റെ മഹത്വം, അവിടുത്തെ ഉമിനീരിന്റെ മഹത്വം, അവിടുത്തെ വിയർപ്പിന്റെ സുഗന്ധം, അവിടുത്തെ ശരീരത്തിന്റെ വിശുദ്ധി, അവിടുത്തെ ശരീരവുമായി സ്പർശിച്ച എല്ലാത്തിന്റെയും വിശുദ്ധി അല്ലാഹ് ഞങ്ങളെ ശരീരത്തിൽ ജീവൻ തരുന്ന കാലത്തോളം ഞങ്ങളത് പറയുക തന്നെ ചെയ്യും. അതിന് പറ്റാത്ത AP സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വഹാബീസം തലക്ക് പിടിച്ച കൂപമണ്ടൂപങ്ങളെ മൂത്തൂബിക്കും നിങ്ങൾ തൂങ്ങിച്ചത്തേക്ക് ഞങ്ങളുടെ റസൂലിന്റെ മഹത്വം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല.